ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് ബി.ജെ.പിക്ക് ഒരു സീറ്റ് പോലും കിട്ടില്ല. ഈ പറയുന്നത് ഞങ്ങൾ ആരുമല്ല, അവരുടെ നേതാവായ അമിത്ഷാ തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസം മലയാള മനോരമയ്ക്ക് കൊടുത്ത ഒരു അഭിമുഖത്തിൽ അമിത്ഷായോട് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. കേരളത്തിൽ ബി.ജെ.പി പിന്നോട്ടടിക്കുന്നത് എന്താണ്, ഇതുവരെ ഒരു സീറ്റ് പോലും നേടാനായിട്ടില്ലല്ലോ എന്ന ചോദ്യം ചോദിക്കുമ്പോൾ അമിത്ഷാ പറയുന്ന മറുപടി ഇങ്ങനെയാണ്. അതായത് കേരളത്തിൽ ഒരു മുന്നണിയിൽ വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ ആശ്രയിക്കാൻ മറ്റൊരു മുന്നണിയുണ്ട്. ഞങ്ങൾ 3-ാം സ്ഥാനത്താണ്. 2 മുന്നണിയും മടുക്കുമ്പോൾ ഞങ്ങൾ മാത്രമാണ് മുമ്പിലുള്ള വഴി. എനിക്ക് ഉറപ്പുണ്ട് ഞങ്ങൾ അക്കൗണ്ട് തുറക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൃത്യമാണ് നിലപാട്. ഇവിടെ ഇടത് വലത് മുന്നണികളുണ്ട്. അതിനിടയിൽ ബി.ജെ.പിക്ക് ഇവിടെ വളരാൻ അവസരം ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല, അവരുടെ പല കുതിരക്കച്ചവടങ്ങളും ഇവിടെ നടക്കാൻ സാധ്യതയില്ല എന്ന ബോധ്യം ഇവിടെ അമിത്ഷായ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറയുന്നത്, ഈ 2 മുന്നണികളെയും ജനം വെറുക്കുന്ന ഒരു സമയമുണ്ടെങ്കിൽ ആ സമയത്ത് ഞങ്ങൾക്കിവിടെ എന്തെങ്കിലുമൊക്കെ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം. അതായത് ഈ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ 2 മുന്നണികളെയും വെറുപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിലൊരു തീരുമാനം കേരളത്തിലെ ജനങ്ങൾ എടുക്കും എന്ന ബോധ്യം ഇപ്പോൾ ബി.ജെ.പിക്ക് ഇല്ല എന്ന് മാത്രവുമല്ല, അതുകൊണ്ട് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് അധികം തുക ഇറക്കി കഴിഞ്ഞിട്ട് കാര്യമില്ല എന്ന ബോധ്യവും ഇപ്പോൾ ബി.ജെ.പിയുടെ കേന്ദ്ര നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ടാണ് കെ സുരേന്ദ്രൻ നയിച്ച കേരള പദയാത്രയിലൊന്നും അമിത്ഷായോ ഇല്ലെങ്കിൽ ജെ.പി നദ്ദയോ പങ്കെടുക്കാത്തത് എന്ന കാര്യവും വ്യക്തമാണ്. മോദിയുടെ വരവ് കൊണ്ട് തൃശ്ശൂരിൽ എന്തെങ്കിലുമൊക്കെ തന്നെ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് പ്രതീക്ഷയെങ്കിൽ പോലും ആ മാറ്റങ്ങളും ഇപ്പോൾ ഉണ്ടാകില്ല എന്ന കാര്യം എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നപ്പോൾ കൃത്യമായി മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി കേരളത്തിൽ വലിയ പ്രതീക്ഷയില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ അമിത്ഷായും വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ ബി.ജെ.പിയുടെ ദേശീയ നേതൃത്വത്തിന് ഇക്കാര്യത്തിൽ വ്യക്തതയുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല എന്നുള്ളത് കൊണ്ട്. അതുകൊണ്ട് തന്നെയാണ് രാജ്യസഭാ അംഗത്വം കാലാവധി പൂർത്തിയാക്കിക്കുന്ന വി മുരളീധരനോട് കേരളത്തിൽ നിന്ന് മത്സരിച്ച് ജയിച്ചു വന്നാൽ ഇനി മന്ത്രിസ്ഥാനം തരാം എന്ന കാര്യം ഇപ്പോൾ കേന്ദ്രം തന്നെ പറഞ്ഞിരിക്കുന്നത്. അതിനൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു ചോദ്യം കൂടി ഉണ്ടായിരുന്നു. കേരളത്തിൽ ക്രിസ്ത്യൻ നേതൃത്വവുമായി അടുക്കാൻ ബി.ജെ.പി ശ്രമിക്കുന്നുണ്ട്. അതിനിടെ മണിപ്പൂർ പ്രശ്നം കീറാമുട്ടി ആയല്ലോ എന്ന ചോദ്യം ചോദിക്കുമ്പോൾ അതിന് മറുപടിയായി പറയുന്നത്, മണിപ്പൂർ പ്രശ്നം വർഗീയമല്ല. മണിപ്പൂരിലെത്തിയ ക്രിസ്ത്യൻ നേതാക്കളെ ഞാൻ കണ്ടിരുന്നു, അതൊരു ഗോത്ര പ്രശ്നമാണെന്ന് അവർക്കറിയാം എന്നാണ് പറയുന്നത്. അതായത് മണിപ്പൂരിൽ ആണൊരുത്തനുണ്ട് നോക്കിക്കോളും എന്ന് പറഞ്ഞ് വലിയ വാദമടിച്ച ബി.ജെ.പിയുടെ ഇപ്പോഴത്തെ ലോക്സഭാ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ പോകുന്ന സുരേഷ് ഗോപിക്ക് സഭ കൊടുത്ത മറുപടി എന്താണെന്നുള്ള കാര്യം നമുക്കറിയാം. അങ്ങനെ ആണൊരുത്തനുണ്ടെങ്കിൽ അവൻ വന്ന് തൃശ്ശൂർ മത്സരിക്കട്ടെ എന്നാണ് സഭ പറഞ്ഞത്. അപ്പോൾ മണിപ്പൂർ വിഷയത്തിൽ കേരളത്തിലെ സഭകൾ എങ്ങനെയാണ് എടുത്തിട്ടുള്ളത് എന്ന ബോധ്യം അമിത്ഷായ്ക്കുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഒരു കള്ളം പറഞ്ഞ് അത് ഗോത്ര വിഭാഗങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളാണ് എന്ന കാര്യം പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ ക്രിസ്ത്യൻ വിഭാഗത്തെ കൂടെ ചേർക്കാനുള്ള ശ്രമങ്ങൾ ഇത്തവണയും ബി.ജെ.പിയിൽ പാളിയിട്ടുണ്ട് എന്ന് വേണം ഈ മറുപടിയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാൻ. കേരളത്തിൽ ബി.ജെ.പിക്കും സി.പി.എമ്മിനിടയിൽ ധാരണയുണ്ട് എന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണം ശരിയല്ലേ? മുഖ്യമന്ത്രിക്കെതിരെയുള്ള കേസുകളിൽ നടപടി ഉണ്ടാകുന്നില്ലല്ലോ എന്ന ചോദ്യത്തിന് അദ്ദേഹം കൃത്യമായി മറുപടി പറയുന്നുണ്ട്. ബി.ജെ.പിയെ അറിയാവുന്നവർ ആ ആരോപണം ഉന്നയിക്കുന്നില്ലെന്നും കമ്മ്യൂണിസ്റ്റുകളുമായി ഒരു ഇടപാടുമില്ലെന്നും മുഖ്യമന്ത്രിക്കെതിരായുള്ള കേസ് കോടതിക്ക് വിട്ടിരിക്കുകയാണെന്ന്, നടപടിയെടുത്താൽ രാഷ്ട്രീയ വിരോധമാകും അല്ലെങ്കിൽ ധാരണ, അതെനിക്ക് മനസ്സിലാകുന്നില്ല എന്നാണ് അമിത്ഷാ പറയുന്നത്. അതായത് ഒരു തരത്തിലുമുള്ള നീക്കുപോക്കുകളിലേക്ക് സംസ്ഥാന സർക്കാരുമായി ഇല്ല. കൃത്യമായി അത് കോടതിയിലേക്ക് പോയിട്ടുണ്ട്. കോടതിയിൽ തന്നെ അതിന് വിധി വരട്ടെ എന്ന കാര്യം തന്നെയാണ് ഞങ്ങൾ ചിന്തിച്ചിരിക്കുന്നത്. അല്ലാതെ മുഖ്യമന്ത്രിയുമായി ബി.ജെ.പിയുമായി ഒരു സഹകരണം ഇല്ല എന്ന കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ കുറേ നാളുകളായി കേരളത്തിലെ കോൺഗ്രസ് പറഞ്ഞു വരുത്തിക്കൊണ്ടിരുന്ന ഒരു കാര്യമാണ് ബി.ജെ.പി നേതൃത്വമായി ധാരണയുണ്ട് എന്നുള്ള കാര്യം. കൃത്യമായ നിലപാട് അമിത്ഷാ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയല്ല, ബി.ജെ.പി നേതൃത്വത്തിന് സി.പി.എമ്മുമായിട്ട് യാതൊരുവിധ ധാരണയുമില്ല, നടപടികളും കേസുകളും മുന്നോട്ട് പോകും എന്ന് പറയുമ്പോൾ ഈ കേസുകളൊക്കെ തന്നെ രാഷ്ട്രീയ പ്രേരിതമായിരുന്നു എന്ന കാര്യം പറയാൻ അമിത്ഷായ്ക്ക് മടിയുണ്ട് എന്ന് കൂടി ചേർത്ത് വായിക്കണം. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ബി.ജെ.പി നേതൃത്വത്തെ കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല എന്നും വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് കാര്യമായ നേട്ടമുണ്ടാക്കാൻ കഴിയില്ല എന്ന ബോധ്യം ഇപ്പോൾ തന്നെ ബി.ജെ.പിയുടെ കേന്ദ്ര നേതൃത്വത്തിന് വന്നിട്ടുണ്ട്. ഇനി അങ്ങ് തൃശ്ശൂരോ വല്ലതും കിട്ടിയാലോ എന്ന പ്രതീക്ഷയിൽ മാത്രമാണ് ഇപ്പോൾ അമിത്ഷായും കൂട്ടരും മുന്നോട്ട് പോകുന്നത്. അതിനൊപ്പം തന്നെ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കെ സുരേന്ദ്രനെ വെട്ടി പകരം അവിടെ ശോഭാ സുരേന്ദ്രൻ വരും എന്നുള്ള വസ്തുതയും അമിത്ഷാ മറച്ചു വെക്കാൻ തയ്യാറാകുന്നില്ല. ഒപ്പം ഇനി വരാൻ പോകുന്ന നാളുകളിൽ കേരളത്തിൽ വലിയ പ്രതീക്ഷയില്ല എന്നുകൂടെ വിലയിരുത്തൽ കൂടിയാണ് ഇപ്പോൾ കേന്ദ്ര നേതൃത്വത്തിന്റെ തന്നെ വലിയ ഭാഗമായി നിൽക്കുന്ന അമിത്ഷാ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഇത്തവണത്തെ ലോക്സഭയിൽ വലിയ പ്രതീക്ഷയില്ല എന്ന് കേന്ദ്രം വ്യക്തമാക്കുന്നതിനൊപ്പം തന്നെ വരാൻ പോകുന്ന കാലഘട്ടങ്ങളിൽ അടുത്തിടെ ഒന്നും കേരളത്തിൽ നിന്ന് കാര്യമായി ഒന്നും പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന വിലയിരുത്തൽ കൂടിയാണ് ഇപ്പോൾ കേന്ദ്രത്തിനുള്ളത്.
എന്തായാലും ഈ ഒരു സംഭവം കെ സുരേന്ദ്രൻ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം അദ്ദേഹം പറയുന്നത് കേരളം ദാ ഇപ്പോൾ കിട്ടുമെന്നാണ്. കേരള പദയാത്രയുടെ ഉദ്ഘാടനത്തിന് JP നദ്ദയോ അതിന് സമാപന സമ്മേളനത്തിന് അമിത്ഷായോ വരാത്തതിന്റെ കാരണം ഇനി ഇതിൽ കൂടുതൽ ഒന്നും മനസ്സിലാക്കാനില്ല. കൃത്യമായി പറഞ്ഞാൽ ഇവിടെ ഒരു പ്രയോജനമില്ല എന്ന കാര്യം അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് അവരിനി ഇങ്ങോട്ട് വരുന്നില്ല എന്ന കാര്യമാണ്. ഈ പദയാത്ര എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിച്ച് തലയിൽ നിന്ന് ഊരാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ എന്നാണ് പറയേണ്ടി വരിക.